നിങ്ങളെന്നാണ് ലാസ്റ്റായിട്ടൊരു സൺറൈസ് കണ്ടത്? നമ്മളിപ്പോൾ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സൺറൈസ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കൊളുക്കുമല പീക്കിലേക്കാണ്. സൺറൈസ് ആൻഡ് ലൈഫ്, ഈ രണ്ട് കാര്യങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണുള്ളത്. കാരണം എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് അടിപൊളി സൺറൈസ് ആയിരിക്കും ലഭിക്കുക, ചിലപ്പോൾ നമുക്കൊരു ശോകം സൺറൈസ് ആയിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെയാണ് ലൈഫും. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക, ചിലപ്പോൾ നമുക്ക് ഭയങ്കര ശോകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. പക്ഷേ നമ്മളൊരു ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന്, ഭയങ്കര ഇരുട്ടിൽ നിന്ന് പുതിയൊരു ദിവസം തുടങ്ങുന്ന പോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലുള്ളൊരു പുതിയൊരു സ്റ്റാർട്ട്. സോ എവിടെ ഒരു ഇരുട്ടുണ്ടോ അവിടെ ഒരു പ്രകാശം ഉണ്ടാവും, ജസ്റ്റ് ലൈക്ക് സൺറൈസ്. നമ്മളിപ്പോൾ ഇത് മൂന്നാറിലാണ്. മൂന്നാറിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വഴി ഓൾമോസ്റ്റ് 28 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ നമ്മൾ സൂര്യനെല്ലിയിലെത്തും. ഈ ഗ്യാപ്പ് റോഡ് വഴി പോകുമ്പോഴാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കണ്ണന്തയം ടീ എസ്റ്റേറ്റും ലോക്കാ ടീ എസ്റ്റേറ്റും നമ്മുടെ ഇഡലി ഹിൽസൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് സൂര്യനെല്ലിയിലാണ്. സൂര്യനെല്ലി കൊളുക്കുമല പോകുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. സൂര്യനെല്ലിയിൽ നമ്മൾ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്തിട്ടാണ് കൊളുക്കുമലയ്ക്ക് പോകുക. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ജീപ്പ് അലോ ചെയ്യും. അപ്പോൾ ജീപ്പിലാണ് നമ്മൾ പിന്നെ ഈ റൂട്ടിലാണ് കൊളുക്കുമലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് രണ്ട് തരത്തിൽ കൊളുക്കുമല സൺറൈസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് സൂര്യനെല്ലി വന്നിട്ട് മോർണിംഗ് 4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ വന്ന് ജീപ്പ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വരാൻ പറ്റും. ഇനി അതല്ല, ഈ സൺസെറ്റ് ടൈമിൽ കൊളുക്കുമല ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിക്കോട് ജീപ്പിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലേന്നൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ സൂര്യനെല്ലി വന്ന് അവിടെ നിന്ന് ജീപ്പ് എടുത്തിട്ട് പോകും. നമുക്ക് ഇങ്ങനെ സൺസെറ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ തലേന്നാണ് പോകുന്നത്. ആശിഷ്, ഓക്കെ, അങ്ങനെ നമ്മൾ സൂര്യനെല്ലിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ജീപ്പിൽ ഒരു 6 പേരൊക്കെ ആയി കൊളുക്കുമലയിലേക്ക് ഇങ്ങനെ പോവാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു റോഡാണ്. നമ്മുടെ ക്യാമ്പ് സൈറ്റ് വരെ ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അതിൽ ആദ്യത്തെ 3 കിലോമീറ്റർ കുറച്ച് നൈസായിട്ടുള്ളൊരു വഴിയാണ്. പിന്നെ ബാക്കിയുള്ളൊരു 7 കിലോമീറ്റർ കുറച്ച് ഓഫ് റോഡ് ട്രെയിലാണ്. പക്ഷേ ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഭയങ്കര ഗ്രീനറീൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിതൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നത് ഭയങ്കര നമുക്ക് കേരളത്തിലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതെന്തായാലും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കിവിടെ സ്റ്റേസിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ സൂര്യനെല്ലിയിലൊക്കെ തന്നെ കുറേ സ്റ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതല്ല, കൊളുക്കുമല മുകളിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 3 ക്യാമ്പ് സൈറ്റ് എന്തെങ്ങാണ്ടാണ് കൊളുക്കുമല ടോപ്പിലുള്ളത്. അതിൽ ജാഗോർ ഹൈഡൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ വരെയാണ് ജീപ്പ് ഉള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നിട്ടാണ് പോകുന്നത്. നമ്മളിങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകണം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദ ബെസ്റ്റ് ടൈം ഓഫ് ദ ഡേ, ദ ഗോൾഡൻ അവേഴ്സ്. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഗോൾഡൻ അവേഴ്സ്. നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഹ്യൂസിലൊക്കെ നിൽക്കുന്ന സമയം, ആ സമയത്ത് എടുക്കുന്ന എന്ത് കാര്യത്തിനും ഭയങ്കര ഒരു ഭംഗിയാണ്. അപ്പോൾ നമ്മളങ്ങനെ സൺസെറ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു ഇരുട്ടൊക്കെ ആയപ്പോഴത്തേനും റൂമിലെത്തി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പോഴാണ് നമ്മുടെ ക്യാമ്പ് ഇരിക്കുന്ന സ്ഥലം നമ്മളൊന്ന് നോട്ടീസ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടിലാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് രാവിലെ തന്നെ അതിൻ്റെ ബാക്കിലൂടെയുള്ള വഴിക്ക് കൊളുക്കുമല പീക്കിലേക്ക് സൺറൈസ് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 500 മീറ്റർ ഉള്ളൂ കൊളുക്കുമലയിലേക്ക്. പിന്നെ അവിടുന്ന് പീക്കിലേക്ക് ഒരു 500 മീറ്ററും കൂടെ ഉണ്ട്. നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് വന്നതുകൊണ്ട് തന്നെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. പക്ഷേ നമ്മൾ ധൃതിക്ക് ഇങ്ങനെ സൺറൈസ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വലത്തെ സൈഡിൽ ഇങ്ങനെ സൂര്യൻ പതിയെ പതിയെ ഉദിച്ച് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. പക്ഷെ നമ്മൾ പീക്കിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ധൃതിക്ക് ഇങ്ങനെ നടന്ന് പോയി. ചിലരൊക്കെ രാവിലെ തന്നെ വന്ന് സൺറൈസ് കാണാൻ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഭയങ്കര കാമൻ പീസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു സമയമാണ്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കര റഷ് ചെയ്തിട്ടാ അതിൻ്റെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര. അപ്പോൾ പക്ഷെ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനും തോന്നും. അതാണ് അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത.
പക്ഷെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അറിഞ്ഞത് ലൈക്ക് ഇന്ന് കൊളുക്കുമല പീക്കിലേക്ക് ആളെ കയറ്റി വിടില്ല, കാരണം അവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് തന്നെ അവരങ്ങോട്ട് ആളുകളെ ഇന്ന് അലോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും പോകാറുള്ള സിംഗപ്പാറിലേക്ക് പോയി. കുറച്ചൊക്കെ സാഡായി, പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ ഡ്രോൺ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്ത് കുറേ വിഷ്വൽസൊക്കെ എടുത്ത്. ഇടയ്ക്കൊക്കെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഇങ്ങനൊരു മല കയറി ഇങ്ങനൊരു സൺറൈസ് കാണുമ്പോൾ കിട്ടുന്നൊരു കാം ആൻഡ് പീസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ യാത്ര വരുന്നത് തന്നെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരുന്നതുകൊണ്ടാണ്. പക്ഷെ ലൈക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഐ ഫീൽ ലൈക്ക് കുറേയൊക്കെ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ ഇത് കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ വൺസ് ഇൻ എ വൈൽ ഇങ്ങനെ ഒരു സൺറൈസ് ആയിക്കോ സൺസെറ്റ് ആയിക്കോ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കും ലൈഫിൽ. ഇത്രേ ഉള്ളൂ കൊളുക്കുമല വീഡിയോയിൽ. എന്തെങ്കിലും സജഷൻസ്, ഐഡിയാസ്, എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ആൻഡ് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.